ഹലോ, അപ്പോൾ ഇന്നൊരു തലക്കറി റെസിപ്പി ആയാലോ? അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാമല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും ഉലുവയും പൊടിച്ചെടുക്കാം. അതിന് ശേഷം വെളുത്തുള്ളി, ചെറിയുള്ളി, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കുക. നല്ല സ്മെല്ലാണ് ഇപ്പോൾ തന്നെ. അപ്പോൾ എന്തായാലും ഒരു വട്ടമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അത്രക്കും നല്ല ടേസ്റ്റിയാണ്. ഇത് ഞാൻ കപ്പൻ്റെ കൂടെയാണ് ട്രൈ ചെയ്യണത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ കപ്പ തന്നെയാണ്. അപ്പോൾ ഇതാ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 അല്ലി കറിവേപ്പില കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു വട്ടമെങ്കിലും ഉണ്ടാക്കി നോക്കുക. ട്രസ്റ്റ് മീ ഗൈസ്, മസ്റ്റ് ട്രൈ. ഇനി ഇതിലേക്ക് തക്കാളി, ഒരു ചെറിയ തക്കാളിയും ഒരു വലിയ ഉള്ളിയും ഇട്ടിട്ട് നന്നായിട്ട് വാട്ടി കൊടുക്കാം. ചട്ടി ഞാൻ അടച്ച് വെച്ചിട്ടാണ് കേട്ടോ വേവിക്കണം. എന്നാൽ പെട്ടെന്നായി കിട്ടും. നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനലും വീഡിയോസൊക്കെ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇനി അതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. 2 സ്പൂണ് മല്ലിപ്പൊടി, 2 സ്പൂണ് കാശ്മീരി മുളക് പൊടി, 2 സ്പൂണ് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇതിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാൻ 2 സ്പൂൺ കാശ്മീരി പൊടി ഇട്ടിട്ടുള്ളൂ, പക്ഷെ നല്ല എരിവാണ്, അതുകൊണ്ട് തന്നെ 2 സ്പൂൺ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൽ നിങ്ങൾക്കൊരു ബ്രൗൺ കളറായിട്ടല്ലേ തോന്നുന്നത്, അത് ക്യാമറയിലാണ് ശരിക്കും നല്ല റെഡ് കളറായിട്ടാണ് ഉള്ളത്. ഇനി കുടംപുളി ഇട്ടിട്ട് നന്നായിട്ട് ഈ പച്ചമണം മാറുന്ന വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് തിളപ്പിക്കുക. അപ്പം നമ്മുടെ ചാനലിൽ കുക്കിംഗ് വീഡിയോസ് മാത്രമല്ല വ്ളോഗ് വീഡിയോസും ഇനി വരാൻ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കൈക്ക് വൃത്തിയാക്കിയ നമ്മളെ മീൻ ഇതിലിട്ട് കൊടുക്കുക. തലക്കറിയല്ലേ, അപ്പം തലരിനെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് 2-3 കറിവേപ്പിലയുടെ ഇട്ടിട്ട് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുത്തിട്ട് നമുക്കിത് വേവിക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ തലക്കറി. അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ഒരു വട്ടം ട്രൈ ചെയ്ത്